ഗുഡ് ഈവനിങ് എവരി വൺ. ഡീപ് ലേണിംഗിനകത്ത് വരുന്ന ഒരു പവർഫുൾ മോഡലാണ് GAN അഥവാ ജനറേറ്റീവ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇത് മെയിനായിട്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ റിയലിസ്റ്റിക് ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ, ലൈക്ക് ഇമേജസ് അല്ലെങ്കിൽ ഓഡിയോസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GAN മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. GANിനകത്ത് മെയിനായിട്ട് രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട മോഡലുകളാണ് യൂസ് ചെയ്യുന്നത്. ഒരു ജനറേറ്ററും ഡിസ്ക്രിമിനേറ്ററും. ജനറേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ സെറ്റിന്റെ അകത്ത് നിന്ന് ഫേക്ക് ഇമേജസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജസ് ജനറേറ്റ് ചെയ്ത് അത് ഡിസ്ക്രിമിനേറ്ററിനകത്തേക്ക് പാസ് ചെയ്യും. ഡിസ്ക്രിമിനേറ്ററിന്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസ് ചെയ്ത് വരുന്ന ഇമേജ്, ജനറേറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ഇമേജ് ഇൻപുട്ട് ആയിട്ട് എടുത്തതിന് ശേഷം അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്നത്. ഈ ജനറേറ്ററും ഡിസ്ക്രിമിനേറ്ററും പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ടാസ്കുകൾ ചെയ്യുന്നത്. ജനറേറ്റർ ഓരോ പ്രാവശ്യം ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഡിസ്ക്രിമിനേറ്റർ ഓരോ പ്രാവശ്യവും ഇത് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കും, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കും. ഇതാണ് ജനറേറ്ററും ഡിസ്ക്രിമിനേറ്ററും ചെയ്യുന്നത്. ഇതിന്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡാറ്റാ ബേസിൽ നിന്ന് റാൻഡം ആയിട്ടുള്ള ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ ഒരു നോയ്സോ എടുത്ത് ജനറേറ്റർ അതിന്റെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യും. ശേഷം അത് ഡിസ്ക്രിമിനേറ്ററിനകത്തേക്ക് പാസ് ചെയ്യും. ഡിസ്ക്രിമിനേറ്റർ അവിടെയുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കും. അപ്പം ഫേക്ക് ആണ് എന്ന് ഡിസ്ക്രിമിനേറ്റർ പറയുന്ന സമയത്ത് അവിടുന്ന് തിരിച്ച് ജനറേറ്ററിലേക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യും. അതായത് ന്യൂറൽ നെറ്റ്വർക്കിനകത്തെ ഇൻപുട്ടുകൾ ചേഞ്ച് ചെയ്യാതെ നെറ്റ്വർക്കിന്റെ വെയിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിമിനേറ്ററിനകത്ത് മെയിനായിട്ട് വരുന്ന ക്ലാസിഫയേഴ്സ് ആണ് ബൈനറി ക്ലാസിഫിക്കേഷൻ, അതേപോലെ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആയിട്ടുള്ള സൈൻ ഫംഗ്ഷൻസും സിഗ്മോയിഡ് ഫംഗ്ഷൻസും. ഇതിന്റെ അകത്തൊക്കെയുള്ള റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസ്ക്രിമിനേറ്റർ തിരിച്ചറിയുന്നത് ഈ വരുന്ന ഇമേജ് അല്ലെങ്കിൽ ഡേറ്റ റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അപ്പം GANിന്റെ വർക്കിംഗ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഇമേജ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടാസ്കിനനുസരിച്ച് നമ്മളുടെ GANിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ശേഷം റിയൽ ഡാറ്റ വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്ററിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കും. പിന്നീട് ഫേക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യാനായിട്ട് ജനറേറ്ററിനെ ട്രെയിൻ ചെയ്യിക്കും. അതിനുശേഷം ഡിസ്ക്രിമിനേറ്ററിനെ ഫേക്ക് ഡേറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്യും. പിന്നെ അവസാനമായിട്ട് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സമയത്ത്, ഡിസ്ക്രിമിനേറ്ററിൽ നിന്ന് ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഔട്ട്പുട്ട് അനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്ററിനെ ട്രെയിൻ ചെയ്യും. ഇതാണ് GANിന്റെ ഒരു വർക്കിംഗ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. പിന്നെ വരുന്നത് ഈ GANിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജ് ജനറേഷൻ, അതായത് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഇമേജ് ജനറേറ്റ് ചെയ്യാം. അതേപോലെ ഇമേജ് ടു ഇമേജ് ട്രാൻസ്ലേഷൻ, ടെക്സ്റ്റ് ടു ഇമേജ് സിന്തസിസ് പോലുള്ള പർപ്പസുകളിലേക്ക് നമുക്ക് GAN യൂസ് ചെയ്യാം. അപ്പം കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, GAN എന്ന് പറയുന്നത് ഡീപ് ലേണിംഗിനകത്ത് വരുന്ന ഒരു പവർഫുൾ മോഡലാണ്. മെയിനായിട്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ആണ് GAN മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.